കോഴിക്കോട് കൈതപ്പൊയിൽ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹസ്നയുടെ ശബ്ദ സന്ദേശം പുറത്ത്. സന്ദേശത്തിൽ കൊടിസുനിയുടെ പേരും പറയുന്നുണ്ട്. കൂടെ താമസിച്ചിരുന്ന ആദിലിന് 2 മാസം മുൻപ് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ഫോൺ എടുത്തില്ലെങ്കിൽ ലഹരി ഇടപാട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് ഹസ്ന പറയുന്നു. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവാണ് എന്തോ ഞാൻ നിൽക്കും. കൊടിച്ചിന് മുതൽ ശിവ വരെ കുടുങ്ങും. സത്യമാണ്, ഞാനിത് എല്ലാം എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും. സുഹൃത്തുക്കളെ, കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്ഭുതം തോന്നുന്ന അവസ്ഥയിലേക്കാണ് സംഗതി എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, കുറച്ച് കൂടുതൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ വീട്ടമ്മയ്ക്ക് ഒരു പ്രണയം ഉണ്ടാവുന്നത്. 3 മക്കളുണ്ട്, ഭർത്താവുണ്ട്. അതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു പയ്യൻ്റെ ഒപ്പം പോകുന്നു. പക്ഷെ പോകുന്നത് വരെ താൻ പോകുന്ന ഈ പയ്യൻ ലഹരിക്ക് അടിമയാണെന്ന് ഈ പാവം വീട്ടമ്മയ്ക്ക് അറിയുമായിരുന്നില്ല. എന്തായാലും അവിടെ എത്തി അവർ പെട്ടുപോയി. തിരികെ വരാനുള്ള ശ്രമങ്ങളൊക്കെ പിന്നെ വീട്ടുകാരും നടത്തില്ല എന്നുള്ളതാണ്. നടക്കുന്നത് ഹസ്ന എന്ന് പറയുന്ന 34 വയസ്സുള്ള പെൺകുട്ടിയെ കുറിച്ചാണ്. താമരശ്ശേരി, നമ്മുടെ വയനാടാണ് പ്രദേശം. കൈതപ്പൊയിൽ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ് ഇവരെ മരിച്ച നിലയിൽ നമ്മളൊക്കെ കണ്ടെത്തിയത്. എന്തായാലും ഈ ഹസ്നയുടെ മരണത്തിൽ സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്നയ്ക്കൊപ്പം താമസിച്ച ആദിൽ എന്ന് പറയുന്ന പയ്യനെതിരെ അവരെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യമായിട്ട് ബന്ധുക്കളൊക്കെ വന്നിരുന്നു. ഏകദേശം 5 മാസത്തോളമാണ് അത്ര ഈ ആദിൽ എന്ന് പറയുന്ന ക്രിമിനലിനോടൊപ്പം നമ്മുടെ ഈ ഹസ്ന താമസിച്ചത്. വെറും 5 മാസം. 5 മാസം കൊണ്ട് ആ പെൺകുട്ടി ഒന്നെങ്കിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തു. എന്തായാലും കൊല്ലപ്പെട്ടതാണെങ്കിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിലും പുറകിലൊരു കാരണം ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ഒപ്പം താമസിക്കുന്ന ആദിൽ എന്ന് പറയുന്ന ആ പയ്യനല്ലാതെ വേറെ ആരുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഉമ്മേനെ വിളിച്ചിട്ട് ഉമ്മ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് എന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. വീട്ടിലേക്ക് വരികയാണ്, എനിക്കിനി മകനെ നന്നായിട്ട് നോക്കണം എന്നുള്ള വാക്കുകളൊക്കെ സ്വന്തം ഉമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു ഇത്ര പേര്. പക്ഷേ അന്ന് തന്നെയാണ് അത്ര പിറ്റേന്ന് ഹസ്ന വരുമെന്ന് പറഞ്ഞ ദിവസം എന്തായാലും ഉമ്മ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ ആദ്യനാണ് അത്ര ഫോൺ എടുത്തത്. ഹസ്ന തലവേദനിച്ച് കെടുക്കുക എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ന ആത്മഹത്യ ചെയ്തു എന്ന് ഇതേ ഫോണിലേക്ക് ഈ ആദിൽ എന്ന് പറയുന്നവൻ വിളിച്ചു പറഞ്ഞു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ഇതാണ് ബന്ധുക്കളെ കയ്യിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു വിവരം. ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നപ്പോഴാണ് ഇവര് ഹസ്ന ഫാഷൻ ഡിസൈനിങ് പഠിക്കാനും മറ്റൊക്കെ ഇവർ പോയത്. അങ്ങനെ പോണ സമയത്താണ് ആദിൽ എന്ന് പറയുന്ന ഈ പയ്യനുമായിട്ട് പരിചയത്തിലാവുന്നത്. പരിചയത്തിലായ അവരുമായിട്ട് പിന്നെ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവർ പോകുന്നു. കഴിഞ്ഞ ജൂണിലാണ് ഹസ്ന ഈ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഈ പയ്യനോടൊപ്പം പോയത്. എന്തായാലും കഴിഞ്ഞ ജൂണിൽ പോയി ഒരു കുറച്ച് മാസം 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മരിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ഭീകരമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. മക്കൾ കുടുംബത്തിനുമാര് നല്ല രീതിയിൽ ജീവിച്ചതായിരുന്നു അവൾ. ചതിയിൽ പെട്ടുപോയതാണെന്ന് ഉറപ്പാണ്. 3 കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ ഇല്ലാതാക്കിയതിന് ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വീട്ടുകാർ കേസ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാവം പെൺകുട്ടി 14 വയസ്സുള്ള പെൺകുട്ടി ചതിക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നോക്കൂ, ഈ പയ്യന് ബന്ധം കൊടിസുനിയുമായിട്ട്, പിന്നെ വേറെ ഏതോ ആൾക്കാരൊക്കെ പറയുന്നു, നമ്മൾ ആകെ കേട്ടിട്ടുള്ളൊരു വലിയൊരു ക്രിമിനലിന്റെ പേര് കൊടിസുനി എന്നാണ്. അപ്പൊ കൊടിസുനിയുമായിട്ടൊക്കെ ഈ മയക്കുമരുന്ന് ബന്ധമുള്ള ഒരുത്തിന്റെ ഒപ്പമാണ് താൻ പോകുന്നതെന്ന് ലെവലേശം തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ്. ഇതിന് താഴത്ത് പലർക്കും പല രീതിയിലൊക്കെ കമന്റ് അടിക്കുന്നുണ്ട്. ഇങ്ങനെ ചാടി പോകുന്നവന്മാർക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് വിധി എന്ന രീതിയിലൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ശരിയൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. അവൻ്റെ ഒപ്പം പോവാം, ഒരു പക്ഷേ സ്വന്തം ഭർത്താവിനേക്കാൾ കിട്ടാത്ത എന്തോ ഒരു വണ്ടർ ലൈഫ് അതിനൊപ്പം കിട്ടുമെന്നൊക്കെ ആ പാവം പെൺകുട്ടി വിചാരിച്ചിരിക്കാം. പക്ഷേ തകർന്നു. ഒരു ജീവിതം പാടം കണ്ട് തകർത്ത് തരിപ്പണമായി തന്നെ അത് വേറെ ഒന്നുമില്ല. ബാക്കി കിട്ടും. ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല, പോലീസിലെല്ലാം ഇടാനല്ല എങ്കിൽ രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയും, ഇല്ലെങ്കിൽ ഈ ഫോൺ എടുത്തോ. ഇതില് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നെയ്യുമായിട്ടുള്ള എല്ലാ ബന്ധവും, എൻ്റെ ഈ മയക്കുമരുന്ന് ബന്ധങ്ങൾ മുഴുവൻ ഞാൻ സോഷ്യൽ മീഡിയയിലിടുന്ന പറയുന്നത്. വേറെ ഒരു ഭീകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം പറയുന്നുണ്ട്, പോലീസിന്റെ കയ്യിൽ എത്തിപ്പെട്ടാൽ നീ രക്ഷപ്പെടും. ആലോചിച്ച് നോക്കും. അപ്പൊ ആദിൽ എന്ന് പറയുന്ന ആൾക്ക് പോലീസുമായിട്ട് അത്രയേറെ ബന്ധമുണ്ടോ? പോലീസിന്റെ കയ്യിലെത്തി നീ രക്ഷപ്പെടും, പക്ഷെ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ നിന്ന് നീ എന്താന്ന് ഞാൻ ആൾക്കാരെ അറിയിക്കും എന്നാണ് അവസാനം ഇവർ പറഞ്ഞിട്ടുള്ളത്.
VS രഞ്ജിത്ത് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹസ്നയെ. ഈ ഹസ്നയുടെ ഈ ശബ്ദ സന്ദേശത്തിൽ കൊടിസുനിയുടെ അടക്കം പേര് പറയുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? വേഗമാടോ മറ്റവനവിടെ. ശ്രുതി, ഇക്കാര്യത്തിൽ കൊടിസുനിയുടെ പേരും മാത്രമല്ല ലഹരി ഇടപാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ആദിലും ഹസ്നയും കഴിഞ്ഞ 7 മാസക്കാലമായി താമരശ്ശേരി കൈതപ്പൊയിലെ ഒരു ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്നു. ഹസ്ന വിവാഹമോചിതയാണ്. വിവാഹമോചിതയായ ശേഷമാണ് ആദിലിനൊപ്പം താമസിക്കാൻ തുടങ്ങിയത്. ആദിലും വിവാഹമോചിതനായ ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. ഈ ഒരുമിച്ച് താമസിച്ചു വരുന്നതിനിടയിലാണ് ഒരു ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ഹസ്നയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹസ്ന ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാതെ വന്നതോടുകൂടി സംശയം തോന്നിയ ആദിൽ ആ ഫ്ളാറ്റിന്റെ ഉടമയെ വിളിച്ചു വരുത്തി ഫ്ളാറ്റിന്റെ വാതിൽ കുത്തി തുറന്നാണ് ഹസ്നയെ പുറത്തെടുത്തത്. ഹസ്ന ആ സമയത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹസ്നയുടെ ബന്ധുക്കൾ ആദിലിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. ഇവിടൊക്കെയാണ് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ മറ്റവരുണ്ടായിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ഈ പെൺകുട്ടി പറയുന്ന പോലെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. ഇത് എന്നത്തെയും വാർത്ത പോലെ ആളുകളും സ്കിപ്പ് ചെയ്ത് കാണും. വളരെ ഈസി ആയിട്ട് ഇതിനെ തള്ളിക്കളയും. കൊടിസുനി ആയാലും വേറെ ഏത് മയക്കുമരുന്ന് കാര്യങ്ങളായാലും ഇതെവിടെ എത്തിപ്പോയെന്ന് തോന്നുന്നില്ല. ഏതായാലും ആദിൽ എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു മരണത്തിന് പുറകിൽ തീർച്ചയായിട്ടും പങ്കുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്നെങ്കിൽ അവൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആരോ ആ പാവം പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത്. ഇതിന് പല രീതിയിലും പല കമന്റുകളൊക്കെ പറയുന്നുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങൾ വിട്ടുപോയതിൽ നിനക്ക് അത് തന്നെ വേണം. ഇതൊക്കെ ആയാലും ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ. ബൈ.